പരാമർശത്തിൽ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിദ്യാർത്ഥികൾക്കെതിരെ അശ്ലീല പരാമർശമുണ്ടെന്ന് എഫ്ഐആറുമുണ്ട്. ഹാൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും കേട്ടാൽ അറയ്ക്കുന്ന പരാമർശമാണ്. അതിലാണിപ്പോൾ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഒരുപാട് പരാതികൾ ഉയർന്നു, അതിനു പിന്നാലെയാണ് നിയമ നടപടികൾ. അപ്പോൾ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? സ്വാതി, സംഘപരിവാർ നേതാവായിട്ടുള്ള ടി.ജി. മോഹൻദാസിന്റെ പരാമർശത്തിനെതിരെ നിരവധി വ്യക്തികളും അതിനോടൊപ്പം തന്നെ സംഘടനകളും പോലീസിന് പരാതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത് SFI ആണ്. പിന്നീട് AIYF-ഉം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഈ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പിന്നീട് AIYF നൽകിയ പരാതിയിലാണ് ആഭ്യന്തരമന്ത്രി ഈ സംഭവം അന്വേഷിക്കാനായി നിർദ്ദേശം നൽകിയത്. സൈബർ സെൽ IG P. പ്രകാശിനോടാണ് ഈ സംഭവം അന്വേഷിക്കാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു അന്വേഷണത്തിൽ മാത്രമല്ല, ഒരു വ്യക്തി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് അബ്ദുൾ കാസിം എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് സൈബർ പോലീസിന്റെ നടപടി. ഇതിൽ അധിക്ഷേപം, കലാപാഹ്വാനം എന്നിവ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം വകുപ്പുകൾ ചുമത്തിയാണ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പൊതുസമാധാനത്തിൽ ഭംഗം വരുത്തുക, സമൂഹത്തിൽ കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ലഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ മോഹൻദാസിനെതിരെ ഈ എഫ്ഐആറിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പത്രിക എന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ആ ദൃശ്യങ്ങൾ, 2 അഭിമുഖങ്ങളും ദൃശ്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുള്ളത്. സ്വാതി.